إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വന്ന് ഉപദേശം തേടുക എന്നത് സ്വഹാബികളുടെ ഒരു പതിവായിരുന്നു. വ്യത്യസ്ത ഹദീസുകളിൽ ഔസിനി, അല്ലിംനി, ഇൾനി, സവ്വിദിനി, ദുല്ലനി, അഖ്ബിർനി എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എനിക്കൊരു വസിയത്ത് തരൂ, എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരൂ, എനിക്ക് ഉപദേശം നൽകൂ, എന്നെ നന്നാക്കാൻ താങ്കൾ ചില വരികൾ പറഞ്ഞു തരൂ എന്നിങ്ങനെയുള്ള അർത്ഥമാണ് അവക്ക് നൽകപ്പെടാറുള്ളത്. മഹാനായ സ്വഹാബി വര്യൻ അബു അയ്യൂബിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റജുലൻ ജാഅ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, ഇൽനി വഔജിസ്, റസൂലെ അങ്ങ് എന്നെ ഒന്ന് ഉപദേശിക്കൂ. വഔജിസ്, കുറഞ്ഞ വാക്കുകളിൽ എനിക്ക് കൂടുതൽ ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കൂ. മറ്റൊരു റിവായത്തിൽ കാണാം, അല്ലിംനി വഔജിസ്, റസൂലെ എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരൂ. അത് ചെറിയ ഉപദേശങ്ങളാണെങ്കിലും വലിയ ഉപകാരം കിട്ടണം, അങ്ങനത്തെ ചില ഉപദേശങ്ങൾ നൽകൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബി ആവശ്യപ്പെട്ടതുപോലെ, ആഗ്രഹിച്ചതുപോലെ ചുരുങ്ങിയ വാചകങ്ങളിൽ വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന 3 ഉപദേശങ്ങൾ ആ സ്വഹാബിക്ക് നൽകുകയാണ്. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുംത ഫീ സ്വലാതിക് ഫസല്ലി സ്വലാത മുവദ്ദിഇൻ. രണ്ടാമതായി അവിടുന്ന് പറഞ്ഞു, വലാ തകല്ലം ബികലാം തഅതദിറു മിൻഹു ഗദാ. മൂന്നാമതായി അവിടുന്ന് പഠിപ്പിച്ചു, വഅജ്മിൽ യഅസ മിമ്മാ ഫീ ഐദിൻ നാസ്. സഹോദരങ്ങളെ, എന്താണ് ഈ 3 ഉപദേശങ്ങളിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ്
ഇന്ന് ഖുതുബയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുംത ഫീ സ്വലാത്തിക്, നിന്റെ നമസ്കാരത്തിന് നീ നിന്ന് കഴിഞ്ഞാൽ, നീ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ, ഫസല്ലി, നീ നമസ്കരിക്കണം, സ്വലാത്ത മുവദ്ദിഇൻ, ഒരു വിട പറയുന്നവൻ്റെ നമസ്കാരം നീ നിർവഹിക്കണം. നിന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ നിസ്കാരമാകാം ഇത് എന്ന ബോധത്തോടു കൂടി നീ അത് നിർവഹിക്കണം. ഇനി ഒരു പക്ഷേ നിന്റെ റബ്ബിൻ്റെ മുന്നിൽ സുജൂദിൽ വീഴാൻ നിനക്കൊരവസരം കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന ചിന്തയോടെ അവസാനത്തെ നിസ്കാരം പോലെ നീ നിസ്കരിക്കണം. സഹോദരങ്ങളെ, എന്താണ് നിസ്കാരത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എന്ന് ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാം കാര്യങ്ങൾ 5 സ്തംഭങ്ങളിലാണ്, 5 കാര്യങ്ങളിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിൽ രണ്ടാമത്തേതാണല്ലോ നിസ്കാരം. ആദ്യമായി വിചാരണക്കെടുക്കുന്ന ഇബാദത്ത് നിസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്ന അവ്വല മാ യുഹാസു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു, അവൻ്റെ കർമ്മങ്ങളിൽ, അവൻ്റെ ഇബാദത്തുകളിൽ വിചാരണക്ക് ആദ്യമായി എടുക്കുക അവൻ്റെ നിസ്കാരത്തിൻ്റെ കാര്യമായിരിക്കും. ഫഇൻ സലുഹത്ത് ഫഖദ് അഫ്ലഹ വ അൻജഹ, അതിൽ അവൻ വിജയിച്ചാൽ, അതിൽ അവൻ ശരിയായാൽ അവൻ രക്ഷപ്പെട്ടു, അവൻ വിജയിച്ചു. വഇൻ ഫസദത്ത് ഫഖദ് ഖാബ വ ഖസിറ, അതിൽ ആർക്കെങ്കിലും ന്യൂനത ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അവൻ പരാജയപ്പെട്ടു, അവൻ നഷ്ടപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മുസ്ലിമിൻ്റെയും അമുസ്ലിമിൻ്റെയും ഇടയിലുള്ള വേർതിരിവ് നിസ്കാരമാണ് എന്ന് പ്രവാചകൻ നമ്മെ അറിയിച്ചിട്ടുണ്ട്. എത്രത്തോളം ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ, നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല, ഒരു ഓഹരിയുമില്ല, ഒരു പങ്കുമില്ല എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ റബ്ബിലേക്ക് അടുക്കാൻ, നമ്മുടെ സങ്കടങ്ങൾ തുറന്നു പറയാൻ, നമ്മുടെ വിഷമങ്ങൾ അവതരിപ്പിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ് നാം നിസ്കരിക്കുന്ന സന്ദർഭം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ തൻ്റെ ജീവിതത്തിലെ, തൻ്റെ മനസ്സിൻ്റെ ആനന്ദവും ആശ്വാസവുമായിട്ടാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറയുമായിരുന്നു, യാ ബിലാൽ അഖ്മിസ്സലാ, ബിലാലെ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കൂ, നമസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കൂ, അർഹിനാ ബിഹാ, നമുക്കൊന്ന് ആശ്വാസം കാണാം. ബിലാലെ, ഇഖാമത്ത് വിളിക്കാൻ സമയമായിട്ടുണ്ട്, ഇഖാമത്ത് വിളിക്കൂ, നിസ്കരിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ആനന്ദം കണ്ടെത്താം, നമുക്ക് ആശ്വാസം കണ്ടെത്താം, നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി ലഭിക്കുന്ന നിസ്കാരം നമുക്ക് നിർവഹിക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഹുബ്ബിബ ഇലയ്യ, എന്നിലേക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്, മിൻ ദുനിയാക്കും, ഈ ദുനിയാവിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്, അന്നിസാ, എൻ്റെ ഭാര്യമാരും, വത്വീബു, സുഗന്ധവും, സുഗന്ധം പൂശുക, ഭാര്യമാരുടെ അടുക്കൽ ജീവിക്കുക, അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറയുകയാണ്, വജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാ, എന്നാൽ അതിലേറെ എൻ്റെ മനസ്സിന് കൺകുളിർമ നൽകുന്ന കാര്യം, സുഗന്ധം പൂശുമ്പോൾ കിട്ടുന്ന സുഗന്ധത്തെക്കാളും, ഭാര്യമാരോടൊപ്പം ശയ്യ പങ്കിടുമ്പോൾ കിട്ടുന്ന സുഖത്തെക്കാളും എൻ്റെ കൺകുളിർമ നൽകുന്ന, മനസ്സിന് ആനന്ദം നൽകുന്ന കാര്യം ഫിസ്സലാ, അത് നിസ്കാരത്തിലാകുന്ന സമയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഒരിക്കലും നിസ്കാരം ഒരു ചടങ്ങായി നിർവഹിച്ചാൽ പോരാ. കാരണം നമസ്കാരം എന്നത് അള്ളാഹുവിനെ ഓർക്കാനും അവനിലേക്ക് അടുക്കാനും അവൻ്റെ സ്മരണ നിലനിർത്താനും വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ളത്. ഖുർആൻ തന്നെ പറഞ്ഞതെന്താ, വഅഖിമിസ്സലാത്ത ലിദിക്രി, വഅഖിമിസ്സലാ, നീ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യണം, ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി, എന്നെ ഓർക്കാൻ വേണ്ടി നീ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ നമസ്കാരത്തിൽ തന്നെ നമ്മുടെ ഓർമ്മ വേറെ പലതുമാണെങ്കിൽ, മറ്റെന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, നമ്മുടെ കച്ചവടത്തെക്കുറിച്ചും നമ്മുടെ ഭാര്യാസന്താനങ്ങളെക്കുറിച്ചും നമ്മുടെ കൃഷിയെക്കുറിച്ചും നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ചിന്തകളും ഓർമ്മകളുമാണ് നിസ്കാരത്തിൽ കടന്നു വരുന്നതെങ്കിൽ, സഹോദരങ്ങളെ, നിസ്കാരത്തിൻ്റെ ലക്ഷ്യം തന്നെ പിഴച്ചു. കാരണം നിസ്കാരത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വഅഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കാരം നിലനിർത്തുക എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അധികമൊന്നും ഓർക്കാതെ നിസ്കാരമങ്ങ് നിർവഹിക്കപ്പെടുക എന്നത് കപടവിശ്വാസിയുടെ സ്വഭാവമായിട്ടാണ്
അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച വചനത്തിലൂടെ അള്ളാഹു ആ കാര്യം അറിയിച്ചു തരുന്നുണ്ട്. ഖുർആനിൻ്റെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 142-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ്. തീർച്ചയായും കപടവിശ്വാസികൾ അള്ളാഹുവിനെ വഞ്ചിക്കാൻ നോക്കുകയാണ്. വഹുവ ഖാദിഉഹും, യഥാർത്ഥത്തിൽ അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. നിസ്കാരത്തിന് നിന്ന് തോന്നിയതുപോലെ നിസ്കരിക്കുമ്പോൾ അവർ പടച്ചവനെ പറ്റിക്കാൻ നോക്കുന്നുവെങ്കിൽ അവർ ആത്മവഞ്ചനയാണ് നടത്തുന്നത്, അവർ അവരെ തന്നെയാണ് ചതിക്കുന്നത്. എന്നിട്ട് അള്ളാഹു അവരുടെ നമസ്കാരത്തെക്കുറിച്ച് പറയാണ്, വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ. കഅബയുടെ വിശ്വാസികളുടെ നമസ്കാരത്തെക്കുറിച്ച് അള്ളാഹ് പറയുകയാണ്, വഇദാ ഖാമൂ ഇലസ്സലാ, അവർ നമസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ, നിസ്കാരം നിർവഹിച്ചാൽ, ഖാമൂ കുസാലാ, മടിയന്മാരായി അവർ ഒരു ഭാരമെന്നോണം നിസ്കരിച്ച് തീർക്കുന്നവരാണ്. യുറാഊനന്നാസ്, ജനങ്ങൾ കാണണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, അധികം അള്ളാഹുവിനെ ഓർക്കുന്നില്ല, അല്പമല്ലാതെ കുറച്ചല്ലാതെ അവർ അള്ളാഹുവിനെ ഓർക്കുന്നില്ല എന്നു പറഞ്ഞ കപടവിശ്വാസികളാകാൻ സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മുടെ നമസ്കാരത്തിൽ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാൻ, നമസ്കാരത്തിൽ ഖുശൂ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നാം എപ്പോഴും ശ്രമിക്കണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നിസ്കാരക്കാർ വിജയിക്കണമെങ്കിൽ അവരുടെ നമസ്കാരത്തിന് ഖുശൂ വേണം എന്നാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്ന് പറയുന്ന അധ്യായം, വിശ്വാസികൾ വിജയിച്ചു എന്ന് പറഞ്ഞു തുടങ്ങുന്ന അധ്യായം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ട് ആ വിജയിക്കുന്ന വിശ്വാസികളുടെ ഒന്നാമത്തെ ഗുണമായി നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഖുശൂ ഉള്ളവരാണ്, ഭയഭക്തിയുള്ളവരാണ്, റബ്ബിൻ്റെ മുന്നിലാണെന്ന ബോധത്തോടെ ചിന്തയോടെ നിസ്കരിക്കുന്നവരാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖുശൂ ഉള്ള നമസ്കാരമായിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ നമസ്കാരം. മഹാന്മാരായ സലഫുകൾ, മുൻഗാമികൾ പറയുകയാണ്, സ്വലാത്തും ബിലാ ഖുശൂ ജസദും ബിലാ റൂഹ്. ഖുശൂ ഇല്ലാത്ത നമസ്കാരം ആത്മാവില്ലാത്ത ശരീരത്തെ പോലെയാണ്, മരിച്ചു കിടക്കുന്നവനെ പോലെയാണ് യഥാർത്ഥത്തിൽ അത്തരക്കാരുടെ നമസ്കാരം എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എത്രത്തോളം എന്നോ ഉലമാ പറഞ്ഞു, മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്നർ റജുലൈനി ലയകൂനാനി ഫിസ്സലാ, രണ്ടാളുകൾ ഒരേ നമസ്കാരത്തിന് വേണ്ടി നിൽക്കും. വഇന്നമാ ബൈനഹുമാ കമാ ബൈനസ്സമാഇ വൽ അർള്, പക്ഷേ രണ്ടുപേരുടെയും നമസ്കാരത്തിൻ്റെ ഇടയിൽ ആകാശഭൂമികളുടെ വ്യത്യാസമുണ്ടാകും. രണ്ടുപേരും ഒരേ ഇമാമിൻ്റെ കീഴിൽ, ഒരേ ഇമാമിൻ്റെ പിന്നിൽ മഅ്മൂമായി നമസ്കരിച്ച രണ്ടുപേർ, പക്ഷേ ഒരാളുടെ നമസ്കാരം മറ്റൊരാളുടെ നമസ്കാരത്തെ തൊട്ട് ആകാശഭൂമിയുടെ വ്യത്യാസമുണ്ടാകും. എന്തേ കാരണം? ഒരാൾ ഖുശൂവോടുകൂടി നമസ്കരിച്ചു, മറ്റേ ഒരാൾ ഖുശൂ ഇല്ലാതെ എന്തൊക്കെയോ ചിന്തിച്ച് എവിടെയൊക്കെയോ ഓർമ്മകൾ കറങ്ങി നടന്ന് അവസാനം ഇമാം സലാം വീട്ടിയപ്പോൾ അങ്ങ് സലാം വീട്ടി എന്നല്ലാതെ ഒന്നും ചിന്തിക്കാത്തവൻ്റെ നമസ്കാരം അപ്രകാരമാണെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു വിജയിക്കുന്ന വിശ്വാസികളെ ഖുശൂ ഉള്ള നമസ്കാരത്തോട് ചേർത്തി പറഞ്ഞതുകൊണ്ട് ഖുശൂ ഇല്ലാത്തവൻ്റെ നമസ്കാരം, ഖുശൂ ഇല്ലാത്ത നമസ്കാരക്കാർ വിജയിക്കാത്ത വിശ്വാസികളാണ്. അവർക്ക് വിശ്വാസമുണ്ട്, പക്ഷേ വിജയിക്കാൻ മാത്രം ഈമാൻ തികഞ്ഞിട്ടില്ല. എന്തേ കാരണം? വിജയിക്കുന്ന വിശ്വാസികൾ ഖുശൂവോടുകൂടി നമസ്കരിക്കും, ഖുശൂ ഇല്ലാത്തവർ വിജയിക്കുന്ന വിശ്വാസികളല്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ള, ഭക്തിയുള്ള, ഓർമ്മയുള്ള, തഖ്വയുള്ള ആളുകളായി മാറണം. അതിന് ഇസ്ലാം പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. 10-ലധികം കാര്യങ്ങൾ പണ്ഡിതന്മാർ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഇന്ന് നമ്മൾ പറഞ്ഞ ആ 3 ഉപദേശങ്ങളിലെ ഒന്നാമത്തെ കാര്യം. നീ നിസ്കരിക്കുമ്പോൾ അവസാനത്തെ നിസ്കാരമാണെന്ന ബോധത്തോടെ നിർവഹിക്കണം എന്നാണ്. എപ്പോഴും നാം ചിന്തിക്കേണ്ടത് അതാണ്. ഒരു പക്ഷേ ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു നിസ്കാരത്തിന് അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ നിർവഹിക്കുന്ന അവസാനത്തെ നമസ്കാരമാകാം ഇത് എന്ന ബോധമുണ്ടാവുക എന്നതാണ് നമസ്കാരത്തിൽ ഖുശൂ നിലനിർത്താനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമായി ഖുശൂ നിലനിർത്താൻ പണ്ഡിതന്മാർ പറഞ്ഞത് മുൻകൂട്ടി ഒരുങ്ങുക എന്നതാണ്. ഏതെങ്കിലും ശുഗലിൽ നിന്ന് ഓടി വന്ന് നിസ്കരിക്കാതെ അതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ ശുഗലുകളൊക്കെ അവസാനിപ്പിക്കുക. അതിനാണത്ര യഥാർത്ഥത്തിൽ റവാത്തിബ് സുന്നത്തുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്.
ഫർള് നമസ്കാരത്തിന് മുമ്പ് ഒരു മുന്നൊരുക്കം എന്ന നിലക്ക് അവൻ നേരത്തെ തന്നെ ഒന്നൊരുങ്ങി വുളുവെടുത്ത് തഹിയ്യത്തൊക്കെ നമസ്കരിച്ച് റവാത്തിബൊക്കെ നമസ്കരിച്ച് ഫർള് നമസ്കാരത്തെ കാത്തു നിൽക്കുമ്പോൾ അവൻ്റെ ഫർളിനെ വലിയ കുറവുകളില്ലാതെ നിർവഹിക്കാൻ അവന് സാധിക്കും. അപ്പോൾ മുന്നൊരുക്കം, നേരത്തെ തന്നെ ഒരുങ്ങുക, തയ്യാറാവുക. ഷുഗലിനിടയിൽ, കടയിൽ കച്ചവടം നടത്തുന്നതിനിടയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കളി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിൽ നിന്ന് ഇടയിൽ നിന്ന് വന്ന് നമസ്കരിക്കാതെ കുറച്ച് നേരത്തെ ഒരുങ്ങുക എന്നത് ഖുശൂ നിലനിർത്താനുള്ള രണ്ടാമത്തെ കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, മൂന്നാമതായി മലമൂത്ര വിസർജനത്തിന് തോന്നുന്ന സമയത്ത് അത് നിർവഹിച്ച് ശുദ്ധിയായി കൃത്യമായി മനസ്സിന് റാഹത്തായിട്ട് മാത്രം നമസ്കരിക്കുക എന്നതാണ്. മൂത്രമൊഴിക്കാൻ തോന്നുന്ന സമയത്ത്, വിസർജിക്കാൻ തോന്നുന്ന സമയത്ത് നമസ്കരിച്ചാൽ ആ നമസ്കാരത്തിൽ അവൻ്റെ ശ്രദ്ധ പോയിപ്പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക എന്നതാണ് മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞത്. നാലാമതായി പറഞ്ഞത്, വിശപ്പ് കഠിനമായ സമയത്ത് ഭക്ഷണം ലഭിക്കുമെങ്കിൽ ഭക്ഷണം കഴിച്ച് ആശ്വാസമായിട്ട് നമസ്കരിച്ചാൽ മതി എന്നാണ്. വിശപ്പോട് കൂടി പ്രയാസപ്പെട്ടുകൊണ്ട് നമസ്കരിച്ചാൽ അവൻ്റെ നമസ്കാരത്തിൽ അവന് ശ്രദ്ധയുണ്ടാവുകയില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ സ്വലാത്ത ബിഹദ്റത്തി ത്വആം വലാ ഹുവ യുദാഫിഉൽ അഖ്ബസാൻ. ഒന്നിനും രണ്ടിനും തോന്നുന്ന സമയത്ത്, അവന് മലമൂത്ര വിസർജനത്തിന് തോന്നുന്ന സമയത്ത്, ഭക്ഷണം തയ്യാറായ സമയത്ത് നിസ്കരിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഖുശൂ നിലനിർത്താനുള്ള അഞ്ചാമത്തെ കാര്യം, നമസ്കരിക്കുന്നവൻ്റെ മുന്നിൽ അവൻ ആ വിരിക്കുന്ന വിരിപ്പോ അല്ലെങ്കിൽ മുസല്ലയോ അല്ലെങ്കിൽ ഇനി നാം നിർവഹിക്കുന്ന ഏത് സ്ഥലമാണെങ്കിലും അതിൻ്റെ മുന്നിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ വരകളും നമ്മുടെ കണ്ണിനെ ആകർഷിക്കുന്ന, നിസ്കാരത്തിലെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളോ കളറുകളോ ഇല്ലാതിരിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. കാന കിറാമുലി ആയിഷത സത്രതു ബിഹി ജാനിബ ബൈതിഹ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെ ഒരു സൈഡിൽ വലിയൊരു വിരിപ്പ് തൂക്കിയിട്ടിരുന്നു. അതിൽ കുറേ വരകളുണ്ടായിരുന്നു. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു, അമിതി അന്ന ഖിറാമകി ഹാദാ, നിന്റെ ഈ വിരിപ്പൊന്ന് മാറ്റി വെക്കാമോ? ഈ പുതപ്പൊന്ന് അവിടെ നിന്ന് ഒഴിവാക്കുമോ? ഈ കർട്ടൻ ഒന്ന് അഴിച്ചു വെക്കുമോ? ഫഇന്നഹു ലാ തസാലു തസാവീറുഹു തഅരിദു ഫീ സ്വലാത്തി. ഞാൻ നിസ്കരിക്കുമ്പോൾ അതിൻ്റെ ചിഹ്നങ്ങൾ, അതിലടയാളങ്ങൾ, അതിലെ രൂപങ്ങളും കോലങ്ങളും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് അതൊന്ന് അഴിച്ചു വെക്കൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നോ രണ്ടോ തലയിണകൾ അതുകൊണ്ട് നിർമ്മിച്ചു എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിൽ ഖുശൂ നഷ്ടപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആറാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, മറ സ്വീകരിക്കുക എന്നതാണ്. നാം ഒരു മറ സ്വീകരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് അവിടെയും ഇവിടെയും പോകാതെ ആ മറക്കുള്ളിലേക്ക് കണ്ണ് ഒതുങ്ങി നിൽക്കുകയും അങ്ങനെ നിസ്കാരത്തിൽ ഖുശൂ ലഭിക്കാൻ മറ സ്വീകരിക്കലും ഒരു കാരണമാകും എന്നതാണ്. ഏഴാമത്തേത്, ചൊല്ലുന്ന ദിക്റുകളുടെയും ദുആകളുടെയും ഒക്കെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ചിന്തിച്ച് നാം ഓതുക, പറയുക, ചൊല്ലുക എന്നതാണ്. പലപ്പോഴും നമുക്കൊക്കെ വരാവുന്ന ഒരു അബദ്ധമാണ്. നാം അറിയുന്ന ദിക്റുകളാണ്, നമുക്ക് അർത്ഥം അറിയുന്ന ദിക്റുകളാണ് ചൊല്ലുന്നത്. പക്ഷേ മനസ്സിലേക്ക് അതിൻ്റെ ആശയം നാം കൊണ്ടുവരുന്നില്ല. നാം ഓട്ടോമാറ്റിക്കായി അങ്ങനെ പറഞ്ഞു പോവുകയാണ്. നിസ്കാരത്തിന് നിന്നാൽ തന്നെ വരുന്ന കുറേ ദിക്റുകളുണ്ട്, കുറേ ദുആകളുണ്ട്, കുറേ സൂറത്തുകളുണ്ട്. അത് ഓതിയും അത് പറഞ്ഞും അങ്ങനെ പോകുന്നു. മനസ്സിലേക്ക് അതിൻ്റെ ആശയം കൊണ്ടുവരാതിരുന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഖുശൂ നഷ്ടപ്പെട്ടു പോകും എന്നതാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ചൊല്ലുന്ന ദിക്റുകൾ ഓർത്ത്, താൻ ഓതുന്ന ആയത്തുടെ ആശയം ഓർത്ത് നമസ്കാരത്തിൽ കരയാറുണ്ടായിരുന്നു എന്ന് പോലും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എട്ടാമത്തേത്, വ്യത്യസ്ത ദിക്റുകൾ ചൊല്ലുക എന്നതാണ്. ഒരേ ദിക്റുകൾ ചൊല്ലാതെ, ഒരേ സൂറത്തുകൾ ഓതാതെ, വെവ്വേറെ ദിക്റുകൾ, വെവ്വേറെ സൂറത്തുകൾ. ഒരു സുജൂദിൽ തന്നെ, ഒരു നിസ്കാരത്തിൽ തന്നെ ഒരു സുജൂദിൽ ചൊല്ലുന്ന ദിക്റ് വേറെയാണെങ്കിൽ അടുത്ത സുജൂദിൽ വേറെ ദിക്റുകൾ ചൊല്ലുക. വ്യത്യസ്തമായി സ്ഥിരപ്പെട്ട വ്യത്യസ്ത ഹദീസുകളിൽ വന്നിട്ടുള്ള ദിക്റുകൾ മാറി മാറി ചൊല്ലുക. തൻവീഉൽ ഇബാദാത്ത്, വിവിധ എണ്ണം മാറി മാറി പിടിക്കുക എന്നത് ഖുശൂ നിലനിർത്താൻ നമ്മെ സഹായിക്കുന്ന എട്ടാമത്തെ കാര്യമാണ്. ഒൻപതാമത്തേത്, അടങ്ങി ഒതുങ്ങി നിർവഹിക്കുക എന്നതാണ്. നിസ്കാരം എത്ര അർജൻറ്റായി സമയമില്ലാത്ത സമയത്ത് നാം നിർവഹിക്കുകയാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ സമയം ലാഭിക്കാൻ സൂറത്തുൽ ഫാത്തിഹ മാത്രം ഓതി അവസാനിപ്പിക്കാം. നമുക്ക് വേണമെങ്കിൽ സുജൂദിലും റുക്കൂഇലും ചൊല്ലുന്ന ദിക്റുകൾ 3 എണ്ണം ചൊല്ലുന്നതിന് പകരം ഒന്നാക്കി ചുരുക്കാം. അതൊക്കെ അനുവദനീയമാണ്. അതല്ലാതെ നിസ്കാരത്തിൻ്റെ സ്പീഡ് കൂട്ടുകയല്ല. വേഗം സുജൂദ് ചെയ്ത്, വേഗം ഉയർന്ന്, വേഗം റുക്കൂഅ് ചെയ്ത്, വേഗം സമീഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞ് സൂറത്തുൽ ഫാത്തിഹയൊക്കെ പെട്ടെന്ന് പെട്ടെന്നങ്ങ്
അതിൻ്റെ അക്ഷരങ്ങൾ പോലും മാറിപ്പോകുന്ന വിധത്തിൽ ഓതിക്കൊണ്ടല്ല നമ്മുടെ നമസ്കാരം നാം വേഗത്തിൽ അവസാനിപ്പിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരാൾ വരികയാണ്, നമസ്കരിക്കുന്നു. പ്രവാചകൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് സലാം പറയുന്നു. സലാം അടക്കിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നീ പോക്, എന്നിട്ട് നമസ്കരിക്ക്. നീ നിസ്കരിച്ചിട്ടില്ല, നിന്റെ നമസ്കാരം ശരിയായിട്ടില്ല. അദ്ദേഹം വീണ്ടും പോകുന്നു, നമസ്കരിക്കുന്നു, പ്രവാചകന്റെ മുന്നിൽ വരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ഇർജി ഫസല്ലി വഇന്നക ലം തുസല്ലി, നീ പോകൂ, നിസ്കരിക്കൂ, നിസ്കരിച്ചിട്ടില്ല നീ. 2-3 തവണ ഇത് ആവർത്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലേ, എനിക്ക് ഇതിലേറെ നല്ല രീതിയിൽ നിസ്കരിക്കാൻ അറിയില്ല. എന്താണ് എൻ്റെ നമസ്കാരത്തിന് കുഴപ്പം? പറഞ്ഞു തരൂ പ്രവാചകരെ. ഹദീസ് ലോകത്ത് ചരിത്രത്തിൽ അറിയപ്പെട്ടൊരു ഹദീസുണ്ട്, ഹദീസുൽ മുസീഇ ഫി സ്വലാ, നിസ്കാരത്തിൽ തെറ്റിച്ചവൻ്റെ ഹദീസ് എന്നാണ് ഈ ഹദീസ് അറിയപ്പെട്ടത്. വിശദമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ നിസ്കാരത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അവിടുന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അതെന്താണ്? തുമഇനീനത്ത് വേണം, അടങ്ങി ഒതുങ്ങി നിൽക്കണം എന്നതാണ്. നോക്കൂ, റസൂലുള്ളാഹി പറയുന്നത്, സുമ്മർക, പിന്നെ നീ റുകൂഇലേക്ക് പോകണം. ഹത്താ തത്മഇന്ന റാക്കിഅ, എന്നിട്ട് നിന്റെ റുകൂഇൽ അടങ്ങി ഒതുങ്ങി നീ കുറച്ച് സമയം നിൽക്കണം. സുമ്മർഫ, എന്നിട്ട് നീ റുകൂഇൽ നിന്ന് ഉയരണം. ഹത്താ തഅതദില ഖായിമ, ഉടൻ തന്നെ സുജൂദിലേക്ക് പോകാതെ അടങ്ങി ഒതുങ്ങി കുറേ സമയം ഇഅ്തിദാലിൽ നീ നിൽക്കണം. സുമ്മസ്ജുദ്, പിന്നെ നീ സുജൂദിലേക്ക് പോകണം. ഹത്താ തത്മഇന്ന സാജിദ, അവിടെ അടങ്ങി ഒതുങ്ങി തുമഇനീനത്തോടുകൂടി നീ സുജൂദിൽ ഇരിക്കണം, കിടക്കണം. സുമ്മർഫ ഹത്താ തത്മഇന്ന ജാലിസ, പിന്നെ അടുത്ത സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് നീ ഇരിക്കുമ്പോൾ അടങ്ങി ഒതുങ്ങി തുമഇനീനത്തോടു കൂടി ഇരിക്കണം. സുമ്മസ്ജുദ് ഹത്താ തത്മഇന്ന സാജിദ, വീണ്ടും നീ സുജൂദിലേക്ക് പോയി അടങ്ങി ഒതുങ്ങി പാർത്ത് സമയം ചെലവഴിക്കണം എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തുമഇനീനത്തിലെ നമ്മുടെ നമസ്കാരത്തിലെ ഖുശൂ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. സഹോദരങ്ങളെ, നിസ്കാരത്തിലെ കള്ളന്മാരാകാൻ പാടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അസ്വഅൻ നാസി സരിഖതൻ അല്ലദി യസ്രിഖു സലാത്തു, നിസ്കാരത്തിൽ കളവ് നടത്തുന്ന ആളുകളാണ് ഏറ്റവും വലിയ കള്ളന്മാർ. നിസ്കാരം നിർവഹിക്കാത്ത കുറേ കള്ളന്മാരുണ്ട്. ഇവിടെ അവരെക്കുറിച്ചല്ല പറയുന്നത്, നിസ്കാരത്തിൽ കളവ് നടത്തുന്ന ചിലരുണ്ട്. ഫഖാലു, സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫ യസ്രിഖുഹ, റസൂലേ, നിസ്കാരത്തിൽ നിന്ന് കളവ് നടത്തുകയോ നമസ്കാരത്തെ കട്ടെടുക്കുകയോ അതെങ്ങനെയാണ് പ്രവാചകരെ? റസൂലുള്ളാഹി പറഞ്ഞു, ലാ യുതിമ്മു റുകൂഅഹ വലാ സുജൂദഹ, ലാ യുതിമ്മു, അവൻ കൃത്യമായി ചെയ്യുന്നില്ല, റുകൂഅഹ ഔ സുജൂദഹ, അവൻ്റെ റുകൂഅോ അവൻ്റെ സുജൂദോ പൂർണ്ണമായ രൂപത്തിൽ അവൻ ചെയ്യുന്നില്ല, അവൻ കള്ളനാണ്, അവൻ നമസ്കാരത്തിലെ കള്ളനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അത്തരക്കാർക്ക് നിസ്കാരം കൊണ്ട് ഗുണമില്ലെന്ന് മാത്രമല്ല, നാശവും നഷ്ടവും മാത്രമാണ്. ഖുർആൻ പറഞ്ഞു, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശമാണ്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അതായത് നമസ്കാരങ്ങളിൽ ശ്രദ്ധയില്ലാത്ത ആളുകൾ, അശ്രദ്ധരായി നമസ്കരിക്കുന്നവർ, അവർക്ക് നമസ്കാരം കൊണ്ട് നാശമാണ്, നഷ്ടമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കാനുള്ള 10ാമത്തെ കാര്യം, നമുക്ക് ഖുശൂ ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. കാരണം നമ്മുടെ നമസ്കാരം ഖുശൂ നഷ്ടപ്പെട്ടാൽ വലിയ നഷ്ടമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലയുസല്ലി സ്വലാഹ മാ യുക്തബു ലഹു മിൻഹാ ഇല്ലാ ഉശ്റുഹാ ഔ തുസ്ഉഹാ സുമുനുഹാ സുബ്ഉഹാ സുദുസുഹാ ഖുംസുഹാ റുബ്ഉഹാ സുലുസുഹാ നിസ്ഫുഹാ. റസൂലുള്ളാഹി പറയാണ്, ആളുകൾ ഇങ്ങനെ നമസ്കരിക്കാൻ നിൽക്കും. ചിലർക്ക് നിസ്കാരത്തിൻ്റെ 10-1 കൂലിയേ കിട്ടുള്ളൂ, ചിലർക്ക് 9-1 കിട്ടും, ചിലർക്ക് 8-1 കിട്ടും, ചിലർക്ക് 7-1 കിട്ടും, ചിലർക്ക് 6-1, 5-1, 4-1, 3-1, ഒരു പകുതി വരെ കൂലി വാങ്ങുന്ന ആളുകളുണ്ടാകും. പൂർണ്ണമായ കൂലി വാങ്ങണമെങ്കിൽ പൂർണ്ണമായ ഖുശൂ വേണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നിർബന്ധ നമസ്കാരങ്ങളിൽ എത്ര ശ്രദ്ധിച്ചാലും ഒരുപക്ഷെ ചെറിയ ചെറിയ കുറവുകളൊക്കെ വന്നേക്കാം. അതിനെ പരിഹരിക്കാനാണ് ഐച്ഛികമായ നമസ്കാരങ്ങൾ, ദുഹാ നമസ്കാരം പോലെ, തഹിയ്യത്ത് പോലെ, റവാത്തിബ് പോലെ, നമ്മുടെ രാത്രി നമസ്കാരം പോലെയുള്ള സുന്നത്തുകളെ കൊണ്ട് ഫർളുകളിലെ ന്യൂനത പരിഹരിക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് കൊടുക്കുന്ന 2ാമത്തെ ഉപദേശം എന്താണ്? വലാ തകല്ലം ബികലാമിൻ തഅതദിറു മിൻഹു ഗദാ, നാളെ ക്ഷമ ചോദിക്കേണ്ടി വരുന്ന ഒരു സംസാരവും നിന്നിൽ നിന്നുണ്ടാകരുത്. പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോയിട്ട് പിന്നെ സോറി പറയുന്നൊരവസ്ഥ നിനക്കുണ്ടാകരുത്. അല്ലേ, ചില ആളുകളൊക്കെ അപ്പോഴത്തെ ഒരു വൈകാരിക നിമിഷത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോകും, പിന്നീട് സോറി പറയും. അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് ക്ഷമ ചോദിക്കും.
ആ വൈകാരിക നിമിഷത്തിൽ എൻ്റെ ഭാര്യയെക്കുറിച്ച് കേട്ടപ്പോൾ, എൻ്റെ മക്കളെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി, എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് സോറി പറയുന്ന വാക്ക് നിന്നിൽ നിന്നുണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, വഖുൽ ഇബാദി, എൻ്റെ അടിമകളോട് പറയുക പ്രവാചക, യഖൂലുല്ലതീ ഹിയ അഹ്സൻ, അവർ നല്ലതു മാത്രമേ പറയാവൂ, നല്ലതു മാത്രം പറയണമെന്ന് എൻ്റെ അടിമകളെ പഠിപ്പിക്കൂ പ്രവാചകരെ എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ എന്താ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നല്ലതു പറയണം, സാധ്യമല്ലെങ്കിൽ മിണ്ടാതിരുന്നോ, എന്തെങ്കിലും പറയുകയല്ല, പറയുകയാണെങ്കിൽ നല്ലതു മാത്രം പറയണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്, പ്രവാചകൻ നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ആളുകളോട് സംസാരിക്കേണ്ട രീതി പഠിപ്പിച്ചപ്പോൾ അവിടെയെല്ലാം പൊതുവായി കാണുന്നൊരു പ്രയോഗമുണ്ട്. അതെന്താ? വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ, വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ, അവരോടൊക്കെ മാന്യമായി സംസാരിക്കണേ, നല്ലത് പറയണേ, സോറി പറയേണ്ട അവസ്ഥയുണ്ടാക്കല്ലേ, ക്ഷമ ചോദിക്കേണ്ട വാക്ക് പറയല്ലേ. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുകയാണ്. സഹോദരങ്ങളെ, എത്രത്തോളം എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് ആരോടും മാന്യമായി സംസാരിക്കണമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ ശത്രുക്കളോട് പോലും മാന്യമായി സംസാരിക്കണമെന്ന് പഠിപ്പിച്ചു. ഏറ്റവും വലിയ ശത്രുവായ ഫിർഔനിൻ്റെ അടുക്കലേക്ക് ദഅവത്തിനു വേണ്ടി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയും പോകുമ്പോൾ അല്ലാഹ് പറഞ്ഞതെന്താ? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, ഫഖൂലാ ലഹു, അവരോട് നിങ്ങൾ രണ്ടുപേരും പറയണം ഖൗലൻ ലയ്യിനാ, സൗമ്യമായ വാക്ക്. ശത്രുവിനോട് പോലും സൗമ്യമായ വാക്ക് നിങ്ങൾ പറയണം. എങ്കിൽ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, ഒന്നുകിൽ അവൻ ചിന്തിച്ചേക്കാം, അല്ലെങ്കിൽ അവന് പേടി തോന്നിയേക്കാം. മാന്യമായി സൗമ്യമായി നിങ്ങൾ സംസാരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലെങ്കിൽ നരകമാണ് നമുക്ക് കിട്ടാനുള്ളത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ അസ്ബഹ ബിനു ആദം, ഒരു മനുഷ്യൻ നേരം പുലർന്നാൽ ഫഇന്നൽ അഅ്ളാഅ കുല്ലഹാ തുകഫിറുൽ ലിസാൻ, ഓരോ അവയവങ്ങളും നാവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തും. അവൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നാവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയും, ഫതഖൂൽ, പറയും, ഇത്തഖില്ലാഹ ഫീനാ, ഞങ്ങളുടെ കാര്യത്തിൽ നീ റബ്ബിനെ സൂക്ഷിക്കണം കേട്ടോ, എന്തെങ്കിലും പറഞ്ഞു പോയി ഞങ്ങളെ മുഴുവൻ നരകത്തിലേക്ക് കൊണ്ടുപോകല്ലോ. ഫഇന്നമാ നഹ്നു ബിക് ഫഇൻ ഇസ്തഖംത ഇസ്തഖംനാ, നീ നേരായാൽ ഞങ്ങളൊക്കെ നേരാകും. വഇൻ ഇവജജ്ത ഇവജജ്നാ, നീ കേടുവന്നാൽ, നീ വളഞ്ഞു പോയാൽ ഞങ്ങളൊക്കെ വളഞ്ഞു പോകും. അതുകൊണ്ട് നാവേ റബ്ബിനെ സൂക്ഷിക്കണമെന്ന് ശരീരത്തിലെ മറ്റു അവയവങ്ങൾ പറയുമെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരികയാണ്. അവിടുന്ന് പറഞ്ഞു, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു, ഒരാളുടെയും ഈമാൻ ശരിയാവുകയില്ല അവൻ്റെ ഹൃദയം ശരിയാകാതെ, ഒരാളുടെയും ഹൃദയം മനസ്സ് ശരിയാവുകയില്ല. വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു, അവൻ്റെ നാവ് ശരിയാകാതെ അവൻ്റെ ഹൃദയവും ശരിയാവുകയില്ല എന്നാണ്. അതുകൊണ്ട് ഇത്തരം ഉപദേശങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നാം തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ്റെ മുന്നിൽ വന്നു നിന്ന് തനിക്ക് ഉപദേശം വേണം എന്ന് പറഞ്ഞ സ്വഹാബിയോട് തിരുദൂതർ നൽകിയ 3 ഉപദേശങ്ങളിലെ 2 കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തത്. ഒന്ന്, നീ നമസ്കരിക്കുമ്പോൾ വിടവാങ്ങുന്നവൻ്റെ നമസ്കാരം നിർവഹിക്കണം എന്നതാണെങ്കിൽ, രണ്ടാമത്തേത്, പിന്നീട് സോറി പറയേണ്ടി വരുന്ന ഒരു വാക്കും നിന്നിൽ നിന്ന് ഉണ്ടാകരുത് എന്നാണ്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, വാജിമഇൽ യഅ്സ മിമ്മാ ഫീ യദിന്നാസ്, ജനങ്ങളുടെ കൈകളിലുള്ളത് നീ മോഹിക്കാതിരിക്കുക, നിനക്ക് കിട്ടിയതുകൊണ്ട് നീ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നതാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർള്, കുറേ സൗകര്യങ്ങൾ ലഭിക്കലല്ല മനസ്സമാധാനത്തിൻ്റെ മാർഗം, വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടലാണ് സമാധാനത്തിൻ്റെ അച്ചുതണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചില ഉപദേശങ്ങളിൽ കാണാം, വർളബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നൻ നാസ്, ഉള്ളതുകൊണ്ട് നീ തൃപ്തിപ്പെട്ടോ, നിനക്ക് ജനങ്ങളിൽ ധന്യനാകാം, ധനികനാകാം, ഐശ്വര്യവാനാകാം
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും തൻ്റെ കയ്യിൽ എത്രയുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഓരം ചാരി മറ്റുള്ളവൻ്റെ ഓശാരം പറ്റി ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. മറ്റുള്ളവൻ്റെ കാറ് നോക്കി, അവൻ്റെ വാഹനം നോക്കി, അവൻ്റെ വീട് നോക്കി, അവൻ്റെ ജോലി നോക്കി, അങ്ങനെ അവൻ്റെ സൗകര്യങ്ങൾ നോക്കി നിരാശപ്പെടുകയല്ല. അവനവന് അള്ളാഹു നൽകിയ കഴിവുകളിൽ മികവ് പുലർത്തി അതിൽ പ്രതീക്ഷ കണ്ടെത്തി മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നാം ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 3 ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിൽ 3 കാര്യങ്ങളാണുള്ളത്. 1, തൻ്റെ റബ്ബുമായുള്ള ബന്ധം തൃപ്തിപ്പെടുത്തുന്ന നിസ്കാരം. 2, ജനങ്ങളുമായി ബന്ധം സുദൃഢമാക്കാനുള്ള തൃപ്തിപ്പെടുത്താനുള്ള നല്ല വാക്കുകൾ പറയൽ. 3, അവനവൻ്റെ മനസ്സിൽ തൃപ്തി കിട്ടാനുള്ള ഉള്ളതിൽ തൃപ്തി അടയൽ. അള്ളാഹുവിനോടുള്ള ബന്ധം, ജനങ്ങളോടുള്ള ബന്ധം, അവനവൻ്റെ കാര്യം, ഇത് 3ഉം ശരിയാകാനുള്ള വിലപ്പെട്ട ഉപദേശമാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവ പ്രാവർത്തികമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. ഖുശൂഓടുകൂടി നമസ്കരിക്കാനും നല്ല വാക്കുകൾ പറയാനും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.